ഇനിയിപ്പോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ രണ്ടാമത് മേടിക്കണ്ടേ? അതിപ്പോ നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിക്കാനുള്ളതേ ഉള്ളൂ. അതോർത്ത് സങ്കടപ്പെടണ്ട. സത്യമ്മ കൈ അധികം അനക്കണ്ട. അനിക്ക് ചിലപ്പോ ഇനിയും ചോര പൊടിയാൻ സാധ്യതയുണ്ട്. വിഷ്ണുവിന്റെ കാര്യം ചിന്തിച്ചപ്പോഴാ എന്റെ ഈ കൈ മുറിഞ്ഞത്. അവനെ എനിക്കിപ്പൊ കാണണം. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അപകടം പറ്റാനാ? ഇതൊക്കെ നിനക്ക് തോന്നല ഭാമേ? അവൻ സമയാമയ്ക്ക് വന്നോളും. രാഘവേട്ട അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അവനെ ഇപ്പൊ തന്നെ കാണണം. അതും അല്ലെങ്കിൽ എനിക്ക് അവനെ ഒന്ന് വിളിച്ചെങ്കിലിതാ ഞാനൊന്ന് സംസാരിക്കട്ടെ. സത്യാമ്മയ്ക്ക് മനസ്സിൽ പേടി തട്ടിയിട്ടാ രാഘവേട്ട. വിഷ്ണുവിനെ ഒന്ന് വിളിക്ക്. വിഷ്ണുവായിട്ട് സംസാരിച്ചു കഴിയുമ്പോ ഇതൊക്കെ മാറും. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അവളും പേടിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർ പേടിപ്പിക്കും. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എടുക്കുന്നില്ലല്ലോ. കട്ടായി. സ്വിച്ച് ഓഫ് ആണല്ലോ. അല്ല അതിപ്പോ ഇങ്ങോട്ട് താ രാഘവേട്ട, ഇങ്ങോട്ട് താ, ഞാനൊന്ന് നോക്കട്ടെ അവന് കിട്ടുമോന്ന്. അയ്യോ, ഫോൺ സ്വിച്ച് ഓഫാ. അല്ല, ഇനി ചിലപ്പോ ചാർജ് തീർന്നായിരിക്കുമോ? അതെ, തിരക്കിനിടയിൽ ഇന്നലെ ചിലപ്പോ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവൂല. ഇതിപ്പോ ഇത്ര നേരമായില്ലേ. അവനെ ഇപ്പൊ വിളിക്കാൻ എന്തോ ഒരു മാർഗം. എന്തായാലും പോകേണ്ട സമയം ആയില്ലേ? അതാ അറിഞ്ഞൂടെ, അവനീ വന്നോളും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേണ്ട ഭാമേ. എന്റെ രാഘവേട്ട, അത് എടി ഒരു കുഴപ്പമുണ്ടാവത്തില്ലെന്നേ. നീ ഒന്ന് സമാധാനപ്പെട്. രാഘവേട്ടന് പറഞ്ഞ മനസ്സിലാവത്തില്ല.